പക്ഷെ എന്നെ ഇങ്ങനെ ചതച്ച് നാണം കെടുത്തിയതിന് ഞാൻ മഹിയോടും ആ കല്യാണിയോടും എണ്ണി എണ്ണി പകരം ചോദിക്കും. ഈ എന്നെ ഇൻസൾട്ട് ചെയ്തതിന്റെ ശിക്ഷ ജീവിതകാലം മുഴുവനും ആ മഹി അനുഭവിക്കും. അനുഭവിപ്പിക്കും ഞാനൊരു അഡ്രസ് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കക്ഷിയുടെ ബ്ലഡ് കളക്ട് ചെയ്ത് ഗ്രീൻ ചാനൽ വഴി ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആ ശരി സാർ, താങ്ക് യു. താങ്ക് യു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നമ്മുടെ ചിന്നു ഒരു അപകടവും കൂടാതെ രക്ഷപ്പെടും. ചന്ദ്രാമേ, എന്താ മോനെ? ദൈവത്തോട് പ്രാർത്ഥിച്ചാ ദൈവം നമ്മളെ കൈവിടില്ല അല്ലേ? അതെന്താ മോനെ അങ്ങനെ ചോദിച്ചേ? ചന്ദ്രാമ്മ എപ്പോഴും പറയാറില്ലേ, താൻ പാതി ദൈവം പാതി എന്ന്. നമ്മുടെ പാതി നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ, ഇനി ദൈവത്തിന്റെ പാതി ദൈവം ചെയ്യട്ടെ. ഇനി നമ്മുടെ ചിന്നുനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. എന്താ മോനെ നീ ഇങ്ങനെ? ചിന്നുവിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് ഏറ്റവും നല്ല വഴിപാട് നടത്താൻ എനിക്ക്. ഉള്ളു നീറിക്കൊണ്ടുള്ള പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും. എങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തില് 108 ശയന പ്രദക്ഷിണം ചെയ്യാൻ പോയി ചന്ദ്രാമേ. 108 ശയന പ്രദക്ഷിണോ? ഒരു ശയന പ്രദക്ഷിണം പോലും നടക്കാത്ത കാര്യ. എന്നിരിക്കെ 108 ശയന പ്രദക്ഷിണം ചെയ്യാൻ മോന് പറ്റുമോ? ഇത്രയും കടുത്ത നേർച്ചകളൊന്നും വേണ്ട, പ്രാർത്ഥന മാത്രം മതി. നമ്മുടെ ചിന്നുവിന് വേണ്ടിയില്ല ചന്ദ്രാമേ, എങ്ങനെയും നമുക്ക് നമ്മുടെ ചിന്നുവിനെ രക്ഷപ്പെടുത്തണ്ടേ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും, എത്ര കഠിനമായി നേർച്ചയും ചെയ്യും. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ചിന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ചന്ദ്രാമേ, ഞാൻ പോയി നേർച്ച ചെയ്തിട്ട് വരട്ടെ ചന്ദ്രാമേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളണേ. ഭഗവാനെ, ഇന്ന് എന്റെ പിറന്നാളാ. ഇനി അല്പം ന്യൂസ് അവറാവാം. സമാധാനവും ഒന്ന് തരണേ. കുഞ്ഞോളെ, കുഞ്ഞോളെ, ഒന്ന് ഓടി വാ. കുഞ്ഞോളെ, നോക്കി. എന്താ ഭദ്രേട്ടാ? ലോ കോളേജിൽ അവതരിപ്പിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം അറമ്പറ്റി. വില്യം ഷേക്സ്പിയറിന്റെ ആദ്യകാല നാടകങ്ങളിൽ ഒന്നായ റൊമാന്റിക് ട്രാജഡി റോമിയോ ആൻഡ് ജൂലിയറ്റ് അരങ്ങിൽ അവതരിപ്പിച്ചപ്പോഴാണ് സംഭവം നടന്നത്. ജൂലിയറ്റായി അഭിനയിച്ച കല്യാണി എന്ന നിയമ വിദ്യാർത്ഥിനിയാണ് സ്റ്റേജിൽ ബോധം കെട്ട് വീണത്. റോമിയോ ആയി വേഷം കെട്ടിയത് മഹേഷ് എന്ന അധ്യാപകനായിരുന്നു. അഭിനയത്തിനിടയിൽ നായിക വിഷം കഴിച്ചു മരിക്കുന്ന രംഗം വന്നപ്പോൾ അബദ്ധത്തിൽ കല്യാണി യഥാർത്ഥ വിഷം കഴിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. മഹേഷ് എന്ന അധ്യാപകൻ തന്നെയാണ് അവളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏറ്റവും റെയർ ബ്ലഡ് ഗ്രൂപ്പായ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു അവരുടേത്. പക്ഷേ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ അധ്യാപകൻ ഏറെ പണിപ്പെട്ട് ഗ്രീൻ ചാനലിലൂടെ ബോംബെ ഗ്രൂപ്പിലുള്ള ബ്ലഡ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആകെ നാണക്കേടായി. ഇന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് തന്റെ വിദ്യാർത്ഥിനിയുടെ ജീവൻ രക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഈ സംഭവത്തെ ഈ രീതിയിൽ കാണുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നും
ആ പ്രണയം കാരണമുണ്ടായ കുടുംബ പ്രശ്നങ്ങളിലാണ് കല്യാണി വിഷം കഴിച്ചതെന്നുമാണ്. ആ ചിന്നു കാരണം നമുക്കാകെ നാണക്കേടായി. ഇനി ദക്ഷയുടെയും കുടുംബത്തിന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതിലേതാണ് സത്യമെന്ന് നമുക്കറിയില്ല. എന്നാലും കല്യാണി രോഗവിമുക്തയായി പുറത്തേക്ക് വരുമ്പോൾ ഈ കഥകളുടെ പുറകിലെ യാഥാർത്ഥ്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ചുള്ള ന്യൂസാ അമ്മ ഇപ്പൊ കണ്ടത്. അമ്മ മാത്രല്ല, ഈ ലോകം മുഴുവനും ന്യൂസ് കണ്ടു. അതിപ്പോ തന്നെ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട, ഇപ്പൊ അമ്മ അവരോടിത് ചോദിക്കണ്ട. ചോദിക്കാതെ പിന്നെ എങ്ങനെയാ? ഈ ജീവിതത്തിൽ ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. മഹിയെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവനെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. ഞാൻ ആശിച്ച ഒരു മുതലും മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പ്രത്യേകിച്ച് ആ വേലക്കാരി പെണ്ണിന്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ തീരുമാനം. നീ സ്നേഹിക്കുന്നതിനേക്കാളും നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തിനെ കല്യാണം കഴിക്കുന്നതാ നല്ലത്. അതല്ല എന്റെ രീതി. എന്നെ കൊണ്ട് മഹിയെ കെട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് മഹിയുടെ അമ്മ രമാദേവി തന്നെയാ. ഞാനേ മഹിയെ മോഹിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. പക്ഷെ എന്നെ ഇങ്ങനെ ചതിച്ച് നാണം കെടുത്തിയതിന് ഞാൻ മഹിയോടും ആ കല്യാണിയോടും എണ്ണി എണ്ണി പകരം ചോദിക്കും. ഈ എന്നെ ഇൻസൾട്ട് ചെയ്തതിന്റെ ശിക്ഷ ജീവിതകാലം മുഴുവനും ആ മഹി അനുഭവിക്കും. അനുഭവിപ്പിക്കും ഞാൻ. ആ ഡോക്ടർ, കല്യാണിക്ക് എങ്ങനെയുണ്ട്? കാര്യമായ പുരോഗതി ഒന്നുമില്ല. കല്യാണിക്ക് നമ്മള് കൃത്യസമയത്ത് തന്നെ ബ്ലഡ് എത്തിച്ചില്ലേ ഡോക്ടർ? പിന്നെ എന്താണ് കല്യാണിയുടെ കാര്യത്തിൽ പുരോഗതി ഒന്നും കാണാത്തത്? ഞങ്ങൾ ആദ്യം കരുതിയത് അവളുടെ രക്തത്തിൽ മാത്രമേ വിഷം കലർന്നിട്ടുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് രക്തത്തിൽ കലർന്ന വിഷം ഇന്റേണൽ ഓർഗൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു.